പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 10 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ ജീവിതം നശിച്ചു പോവുകയാണ്. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങള് അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോ ക്ലാസ്സിലും നമ്മൾ ഹംദ് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തരികയാണ്. അതല്ലേ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും. എല്ലാ സമയത്തും നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ നമ്മളെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 10 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതം നശിച്ചു പോവുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഏതൊക്കെയാണെന്ന് വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം ആരോഗ്യത്തിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഈ ദുനിയാവില് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ. അതിൽ വളരെ പ്രധാനപ്പെട്ട വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ നല്ല ഒരു ശരീരം നമ്മൾക്ക് അത്യാവശ്യമാണ്, നല്ല ഒരു മനസ്സ് നമ്മൾക്ക് അത്യാവശ്യമാണ്. നല്ല ശരീരമില്ലെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ കഴിയൂല, നല്ല മനസ്സില്ലെങ്കിൽ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂല, നല്ല നിലക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ തന്നെ നിസ്കരിക്കാൻ കഴിയൂല, ഖുർആൻ ഓതാൻ കഴിയൂല, മക്കളെ സംരക്ഷിക്കാൻ കഴിയൂല, നോമ്പനുഷ്ഠിക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോഗ്യത്തിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പിനെയും ആരോഗ്യത്തിനെയും ചോദിക്കണേ. അപ്പൊ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യത്തിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. നമ്മളെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. എവിടുന്ന് കിട്ടിയാലും ആ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ചിന്തിക്കുക, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് ഉപകാരപ്പെടുമോന്ന്. ഉപകാരപ്പെടില്ലെങ്കിൽ അത് കഴിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമയത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക, അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ലാഹു ഖുർആനിൽ കുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം കേട്ടോ, നിങ്ങൾ വെള്ളം കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമിതമാക്കാൻ പാടില്ല എന്നും അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആരോഗ്യത്തിനെ ഒരാളും അവഗണിക്കരുതേ, ആരോഗ്യത്തിനെ സംരക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു എയിം വേണം, നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു ഗോള് വേണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എങ്ങനെയൊക്കെ ജീവിക്കണം അങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റൂല. എന്തെങ്കിലും കാട്ടി ജീവിക്കണം അങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റൂല. കാരണം എന്താ, വിവാഹം കഴിക്കുന്ന ആളുകൾ ഉണ്ടാകും, വിവാഹം കഴിഞ്ഞ ആളുകൾ ഉണ്ടാകും, നമുക്ക് വീട് വേണം, നല്ല ജോലി വേണം, അതിനൊക്കെ നമ്മൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. അപ്പൊ ലക്ഷ്യബോധമില്ലെങ്കിൽ നമ്മൾക്ക് നല്ല നിലക്ക് ജീവിക്കാൻ കഴിയൂല, നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. മൂന്നാമത്തെ കാര്യം മായ ചിന്തയാണ്. ഫിഖർ, ചിന്ത മനുഷ്യന് വേണം, പക്ഷെ നല്ല കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അനാവശ്യമായ അമിതമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ അമ്മായിമ്മ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാല്, എന്തിനാ ഇപ്പൊ അമ്മായിമ്മ അത് പറഞ്ഞത്, അങ്ങനെ പറയാൻ പറ്റുമോ, ഇനി അങ്ങനെ പറഞ്ഞ ഞാനിപ്പോ എന്താ മറുപടി കൊടുക്കണ്ടേ, ചിലപ്പോ ഒന്നും ഉണ്ടാവൂല, നിസാരമായ കാര്യമായിരിക്കും. അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിന്റെ ആരോഗ്യത്തിനെ നഷ്ടപ്പെടുത്തുക. അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും, എന്തിനാ എന്നോട് എൻ്റെ അക്ക അങ്ങനെ പറഞ്ഞത്, എന്നാലും അങ്ങനെ പറഞ്ഞു റബ്ബേ ഞാൻ പോവുകയാണ്, ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, ദാറുൽ മുബീൻ ക്ലാസ് കേൾക്കുന്നവരെ കുറിച്ചല്ല. അവരൊക്കെ നല്ല ഈമാനിന്റെ നിറകുടമാണ്. ഈമാൻ ഇങ്ങനെ തുളുമ്പാണ് നിങ്ങളിൽ നിന്ന്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആകെ തകർന്ന് തരിപ്പണമായി പോകും. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ നെവർ മൈൻഡായി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം തെറ്റായ സൗഹൃദങ്ങളാണ്.
ഫ്രണ്ട്ഷിപ്പ് വേണം. ഫ്രണ്ട്ഷിപ്പിനെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷെ ഹറാമായ കൂട്ടുകെട്ട് ഇസ്ലാം എതിർക്കുന്നുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ കൂട്ടുകെട്ടുക, എന്നിട്ട് അവരിങ്ങനെ ഫോൺ വിളിക്കുക, അവരിങ്ങനെ മെസ്സേജ് അയക്കുക, അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. നല്ല സൗഹൃദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇസ്ലാമികപരമായ സൗഹൃദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ആത്മീയപരമായ സൗഹൃദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അല്ലാതെ തെറ്റായ സൗഹൃദം നമ്മൾ പുലർത്തി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ളതാണ്. സൗഹൃദം ഒരാൾക്കുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് അവനിൽ നിന്ന് നശിച്ചു പോവുക. ഒന്നാമത് അവന്റെ സമയമാണ്. രണ്ടാമത് മഹത്തുക്കൾ പറയുന്നുണ്ട് നമ്മളുടെ ഹൃദയമാണ്. മൂന്നാമത് മഹത്തുക്കൾ പറയുന്നത് നമ്മളെ മതമാണ്. നാലാമത് നമ്മളെ പരലോകവും നശിക്കുകയാണ്. എപ്പോ തെറ്റായ കൂട്ടുകാരാണ് നമ്മൾക്കുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു ആസ്വദിച്ചു, നമ്മളെ സമയം വേസ്റ്റ് എന്നല്ലാതെ എന്താ പറയുക. അതുപോലെ തന്നെ നമ്മളെ ഹൃദയവും മോശമാകുകയാണ്. നമ്മളെ കൽബില് മോശമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ വന്നു ചേരുകയാണ്. അതുപോലെ തന്നെ നമ്മളെ പരലോകം നഷ്ടപ്പെടുകയാണ്. പരലോകത്തിന് വേണ്ടി നമ്മൾക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യണം, ആ സമയമൊക്കെ വേസ്റ്റ് ആകുകയാണ്. അതുപോലെ തന്നെ നമ്മളെ മതം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എപ്പോ തെറ്റായ കൂട്ടുകാര് നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ നല്ല സൗഹൃദം പുലർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തെ കാര്യം കസ്റത്തുൽ ജിമാ ആണ്. അമിതമായ ലൈംഗിക ബന്ധമാണ്. അത് ഭാര്യമാരോടാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലാത്ത ലൈംഗിക ബന്ധം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതിന്റെ പേര് വ്യഭിചാരമാണ്. ലാ തഖ്റബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ. അത് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് അമിതമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനൊരു പരിധി നിശ്ചയിക്കുക. മഹാന്മാർ പറഞ്ഞു 3 ദിവസത്തിൽ കൂടുമ്പോൾ നിങ്ങൾ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ്. ഇനി ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യയുമായി ഉടൻ തന്നെ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും വേണമെന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ലൈംഗിക ബന്ധം കൂടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ശരീരത്തിന് ഉണ്ടാകുക എന്നറിയോ? നമ്മളെ ശരീരത്തിന്റെ ഊർജം നഷ്ടപ്പെടുമെന്ന് ഇബ്നു ഖയ്യിമുൽ ജൗസി പോലത്തെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, കിതാബിലുള്ളതാ. ഇബ്നു ഖയ്യിമുൽ ജൗസി പോലത്തെ മഹത്തുക്കൾ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരിക തളർച്ച എപ്പോഴും ഉണ്ടാകും. എപ്പോഴും തളർച്ച, ഒരു ക്ഷീണം നമ്മളെ ശരീരത്തിന് എപ്പോഴും അനുഭവിക്കുമെന്നുള്ളതാണ്. കാഴ്ചശക്തിയും ബുദ്ധിശക്തിയും നഷ്ടപ്പെടുമെന്നും ഇബ്നു ഖയ്യിമുൽ ജൗസി എന്ന പോലത്തെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തും. അഥവാ നമ്മളെ ശരീരത്തിന്റെ തൊലിയൊക്കെ പെട്ടെന്ന് ചുളിയും. അതുപോലെ കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും. ആരോഗ്യമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും. എല്ലുകളുടെ ബലമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ് മറ്റൊന്ന്. അതുകൊണ്ട് കൂടുതലായി ലൈംഗിക ബന്ധം ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ 6ാമത്തെ കാര്യം കസ്റത്തുൽ ഹമ്മാണ്. എപ്പോഴും നമ്മൾ ടെൻഷൻ ആയിരുന്നാല് നമ്മളെ ശരീരം തളർന്നു പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടെൻഷൻ ആയിരിക്കരുത്. നമ്മൾ ഹാപ്പിയായി ജീവിക്കുക. ഇത് ദുനിയാവല്ലേ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇല്ലാതെയായ ആരെങ്കിലും ഇവിടെ ജീവിച്ചിട്ടുണ്ടോ? റസൂലുള്ള അവിടെ ജീവിച്ചില്ലേ? റസൂലുള്ളാഹിക്ക് പട്ടിണി കിടന്നിട്ടില്ലേ? പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? കുടുംബക്കാരനെ ഉപദ്രവേറ്റിട്ടില്ലേ? അയൽവാസികളിൽ നിന്ന് റസൂലുള്ള ഉപദ്രവേറ്റിട്ടില്ലേ? അങ്ങനെ ഓരോ അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുകയും അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്, സമൂഹത്തിനെ കൊണ്ട് അള്ളാഹു അമ്പിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്, സ്വഹാബിമാരെ പരീക്ഷിച്ചിട്ടുണ്ട്, തബഉ താബിഈങ്ങളെയും മദ്ഹബിന്റെ ഇമാമിങ്ങളെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ദുനിയാവാണ്, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇത് സ്വർഗമൊന്നുമല്ല. സ്വർഗത്തിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഒരു പരീക്ഷണമൊന്നുമില്ല. അവിടെ എപ്പോഴും ഹാപ്പി മൂഡാണ്, അവിടെ എപ്പോഴും സന്തോഷമാണ്, അവിടെ വാർദ്ധക്യമൊന്നുമില്ല. പക്ഷെ ദുനിയാവ് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ആരും ചിന്തിക്കണ്ട. ആർക്കും അങ്ങനെ ഒരു സുഖം ഇവിടെ ദുനിയാവിൽ ഉണ്ടാവില്ല. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ എല്ലാവരെയും അള്ളാഹു പരീക്ഷിക്കും, എല്ലാവരെയും അള്ളാഹു പരീക്ഷിക്കും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് സന്തോഷവാനായി ജീവിക്കണമെന്ന് ആരും ചിന്തിക്കണ്ട. അതുകൊണ്ട് കസ്റത്തുൽ ഹം ഒഴിവാക്കുക. എപ്പോഴും ടെൻഷൻ അടിച്ച് ജീവിക്കാതെ നമ്മൾ ഹാപ്പിയായി ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, അള്ളാഹുവിലേക്ക് എല്ലാം വരമേൽപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം തകർക്കുന്ന 7ാമത്തെ കാര്യം മാതാപിതാക്കളെ അവഗണിക്കുക എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് പറയുന്നവരാരാ? നമ്മുടെ ഭാര്യ മക്കളൊന്നുമല്ല, അത് നമ്മളെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർ, മാതാപിതാക്കളെ അവഗണിച്ചവർ ആരും ഈ ലോകത്ത് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. മരിക്കുന്ന സമയത്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടും. നമ്മളെ ജീവിതം നശിച്ചു പോകും. ജീവിതത്തിലെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും, റഹ്മത്ത് അല്ലാഹു എടുത്തു കളയും. പാരത്രിക മോക്ഷം ഒരിക്കലും നമ്മൾക്ക് ലഭിക്കൂല. അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും അവഗണിക്കരുതേ. അല്ലാഹുവേ, മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പിശാചുക്കളുടെ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. 8ാമത്തെ കാര്യം അഹങ്കാരമാണ്.
അഹങ്കാരികൾ വിജയിച്ച ചരിത്രം ലോകത്തുണ്ടായിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബിയുടെ കാലത്തുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഫിർഔൻ. ആ ഫിർഔൻ പറഞ്ഞത് എന്താ? അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. ഓൻ പറയാ അള്ളാഹിനേക്കാളും വലിയ റബ്ബ് ഞാനാണെന്ന്. നെയിൽ നദിയിൽ അള്ളാഹു മുക്കിയാണ് കളഞ്ഞു, മുക്കിയാണ് കൊന്നു ഫിർഔനിനെ. അതുകൊണ്ട് അഹങ്കാരികൾക്കൊക്കെ ഇങ്ങനെയുള്ള ശിക്ഷ അള്ളാഹു ദുനിയാവിൽ കൊടുക്കും. അതുകൊണ്ട് അഹങ്കരിക്കരുതേ. അഹങ്കരിക്കാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമുള്ളൂ. ഒമ്പതാമത്തെ കാര്യം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എത്ര ചെറുപ്പക്കാരാണ്, എത്ര ചെറുപ്പക്കാരികളാണ് ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത്. MDMA അടിമയായിക്കൊണ്ടിരിക്കുകയാണ്, മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്, ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യപാനം എല്ലാ തിന്മയുടെയും താക്കോലാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൊലപാതകം നടക്കും, വ്യഭിചാരം നടക്കും, കുടുംബ ബന്ധം മുറിയും, ഔറത്ത് വെളിവാക്കി നടക്കും, പല അനാവശ്യങ്ങളും വിളിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഉമ്മുൽ ഖബായിസ്, തിന്മയുടെ ഉമ്മയാണ്, മാതാവാണ് മദ്യപാനം, ലഹരി ഉപയോഗിക്കുക. അള്ളാഹു മക്കളെ കാത്തുരക്ഷിക്കട്ടെ. 10ാമത്തെ കാര്യം, അധിക ക്ലാസ്സിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. നിസ്കാരം ഒഴിവാക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയ സമ്പന്നനാണെങ്കിലും, അധികാരമുള്ള ആളാണെങ്കിലും, ആരോഗ്യമുള്ള ആളാണെങ്കിലും തകർന്ന് തരിപ്പണമായി പോകും. നമ്മൾ പരാജയപ്പെട്ട് പണ്ടടങ്ങുമെന്നുള്ളതാണ്. അത്രയും ഗൗരവമാണ് നിസ്കാരം എന്ന് പറയുന്നത്. എത്ര ആളുകളാണ് നല്ല ആരോഗ്യം ഉണ്ടാകും, വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം ആക്കുക. സുബ്ഹാനല്ലാഹ്, റമദാൻ മാസം മാത്രം നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരമാണ്. നീ നിസ്കരിച്ചോ? നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് രക്ഷല്ല. ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണു, പക്ഷെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ കടക്കും. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്കരിച്ചവരൊക്കെ വിജയിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ. നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തിന്മയിലേക്കും പോകൂല എന്നുള്ളതാണ്. എല്ലാ ക്ലാസ്സിലും ശരിക്കും നിസ്കാരത്തിനെ കുറിച്ച് പറയണം. കാരണം ഇന്നത്തെ തലമുറ, വരുന്ന ചെറുപ്പക്കാര്, ന്യൂ ജനറേഷൻ നിസ്കരിക്കാറില്ല. അവർ നിസ്കാരത്തിനെ അവഗണിച്ച് കളയാണ്. പെൺകുട്ടികൾ വരെ, പഴയ കാലത്തൊക്കെ പെൺകുട്ടികളൊക്കെ നിസ്കരിച്ചിരുന്നു. ഇപ്പൊ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. അവർക്ക് നിസ്കാരമൊന്നുമില്ല. നിസ്കാരമൊക്കെ തന്ത വൈബാണ്, ഖുർആനൊക്കെ തന്ത വൈബാണ്, ദിക്റുകളും മജ്ലിസുകളും തന്ത വൈബാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ മക്കളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. മക്കൾക്ക് ആത്മീയത പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് പഴയകാല അമ്പിയാക്കളെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, സഹാബിമാരെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മൾ മക്കൾ പ്രസവിക്കുമ്പോൾ തന്നെ മക്കൾക്ക് സിനിമയും അതുപോലെ തന്നെ മറ്റുള്ള പാട്ടുകൾ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ, നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെ മക്കളെയും നമ്മളെയും അള്ളാഹു നന്നാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ളാഹ്, സമാധാനം നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.